നാണമുണ്ടോ അരുൺകുമാറെ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ അരുൺകുമാറെ? അരുൺകുമാറെ, മനഃസാക്ഷിയുടെ കോടതി എന്ന് പറയുന്നത് ഒരു സാധനമുണ്ട്. ആ സാധനത്ത് നിനക്കൊരിക്കലും മാപ്പ് കിട്ടൂല അരുൺകുമാറെ. പൈസക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നോ അരുൺകുമാറെ? ഇന്നലെ റിപ്പോർട്ടർ കൊടുത്ത ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ചു തരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ദീപകിൻ്റെ അമ്മ കരഞ്ഞ് മല്ലടിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ മകന് എന്താണ് സംഭവിച്ചത്, ഇത് സ്വപ്നമാണോ റിയലാണോ ഒന്നും അറിയാതെ ആ അമ്മ പൊട്ടിക്കരയുമ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു വൃത്തികെട്ട വാർത്ത വരികയാണ്. ആ വാർത്തയുടെ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കേൾക്കണം. അതിനുശേഷം അതിന് നമ്മുടെ ഹാഷ്മി ചങ്കൂറ്റത്തോട് മറുപടി കൊടുക്കുന്നുണ്ട്. അതും ഞാൻ വെച്ച് തരാം. പിന്നീട് ഈ ഒരു കുറിപ്പുണ്ടല്ലോ, ഇതിനെയും കൂടി ഞാൻ വായിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം അരുൺകുമാറിൻ്റെ ടീം വെച്ച വൃത്തികെട്ട വാർത്ത, അതിൻ്റെ ഓഡിയോ ക്ലിപ്പായി ഞാൻ വെക്കാം. വീഡിയോ ക്ലിപ്പ് വെച്ചാൽ ഒരു പക്ഷേ റിപ്പോർട്ടർ എനിക്ക് കോപ്പിറൈറ്റ് തരും. അതുകൊണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ക്ലിയറായി കൃത്യമായി കേൾക്കണം. ഓക്കെ, തനിക്കുണ്ടായ ഒരു അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു യുവതി, അതിനു പിന്നാലെ ആത്മഹത്യ ചെയ്ത കുറ്റാരോപിതൻ. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പക്ഷേ ആരോഗ്യകരമായ ചർച്ചകൾക്കപ്പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത് ആൾക്കൂട്ട വിചാരണയാണ്. ആ വീഡിയോ പുറത്തു വന്ന ഘട്ടത്തിൽ കുറ്റാരോപിതനെ വിചാരണ ചെയ്ത ഒരു വിഭാഗം ആൾക്കൂട്ടം, ഇപ്പോഴിതാ ആത്മഹത്യാ വാർത്ത പുറത്തു വന്നപ്പോൾ ആ സ്ത്രീയെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന മറ്റൊരു വിഭാഗം. സ്ത്രീ ചെയ്തത് വ്യക്തിഹത്യയാണെന്ന് പറയുന്നവർ തന്നെയാണ് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലൂ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആക്രോശിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇനിയൊരു പരാതി പറയാൻ സ്ത്രീകൾ പേടിച്ചു പോകുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വെച്ചുണ്ടാവുന്ന തോണ്ടലും പിടിക്കലും അമർത്തലും നഗ്നതാ പ്രദർശനവും പോലുള്ള ലൈംഗികാതിക്രമങ്ങൾക്ക് നിയമപരമായ ശിക്ഷ കിട്ടിയേ തീരും. ഇനി ഒരിക്കലും മറ്റൊരു സ്ത്രീക്ക് നേരെയും ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള മാതൃകാ ശിക്ഷ ഉറപ്പാക്കണം. നാണമുണ്ടോ റിപ്പോർട്ടറെ? ഉളുപ്പുണ്ടോ റിപ്പോർട്ടറെ? നായ്ക്കളായ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അതായത് ദീപക് ഇവിടെ തെറ്റുകാരനെന്നും ദീപക് ആ പെൺകുട്ടി ആ വൃത്തികെട്ട അതിജീവിത എന്ന് പറയുന്ന വൃത്തികെട്ടവളെ ദീപക് തോണ്ടിയെന്നും ആ ദീപക് ആത്മഹത്യ ചെയ്തത് നന്നായി എന്നല്ലേ ഈ പരട്ട സ്ത്രീ പറയുന്നതിൽ മനസ്സിലാക്കേണ്ടത്? അതായത് സ്ത്രീ പറയുന്നത് ഈ അതിജീവിത എന്ന വൃത്തികെട്ടവളുണ്ടല്ലോ, ഈ വൃത്തികെട്ടവളെ നമ്മൾ തെറി വിളിക്കുമ്പോൾ ഇവർക്ക് കൊള്ളുകയാണ്. ഇവർ പറഞ്ഞത് നിങ്ങൾ ക്ലിയറായി കേട്ടല്ലോ. എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ? നിങ്ങളൊക്കെ എവിടെ കേരളത്താണോ ജീവിക്കുന്നത്? ദിലീപിൻ്റെ കേസിലുള്ള അതിജീവിത, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുള്ള അതിജീവിത, ഓക്കെ ശരിയാണ്, ഞങ്ങൾ അതിനൊന്നും നിങ്ങളെ ഒന്നും പറയുന്നില്ല. ഇവിടെ ഈ ഒരു പരട്ട സ്ത്രീയെ അതിജീവിത എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവർ പറഞ്ഞത് കേട്ടല്ലോ. അതായത് ഈ അതിജീവിത എന്ന വൃത്തികെട്ടവളെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മുടെ നാവിനെ അതായത് കഷ്ണമാക്കണത്രേ ഈ ന്യൂസ് ചാനലിലുള്ള ഈ ഒരു സ്ത്രീയാണ് പറഞ്ഞത്. എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ? ഒരു കുടുംബം കരയുകയാണ്, മല്ലടിക്കുകയാണ് ഒരു കുടുംബം. എൻ്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആ അമ്മ കരയുമ്പോൾ ഇവിടെ ഈ വൃത്തികെട്ടവൾക്ക് വേണ്ടി ഈ റിപ്പോർട്ടർ സംസാരിക്കുകയാണ്. നാണമുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ദൈവം, അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, ദൈവം നിങ്ങളെ വെറുതെ വിടൂല. ഇവിടുത്തെ നിയമം നിങ്ങളെ വെറുതെ വിടും. പക്ഷേ മനഃസാക്ഷി എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് കിട്ടൂല എന്ന് അരുൺകുമാറിനോടും സംഘത്തോടും ഞാൻ പറയുകയാണ്. സങ്കടം പറഞ്ഞ് എനിക്ക് വായിൽ നിന്ന് വാക്കുകൾ വരുന്നില്ല ഈ ഒരു വാർത്ത കേട്ടിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ റിയാക്ട് ചെയ്തതൊക്കെ. അപ്പോൾ നമ്മുടെ ഹാഷ്മി ചങ്കൂറ്റത്തോടെ ഇതിനുള്ളൊരു മറുപടി ഹാഷ്മി കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു മറുപടി എന്തായാലും കേട്ട് നോക്കാം. ഓക്കെ, ഇല്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്ന് പറയില്ല, കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നൊരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ടുമെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരികൊള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ, അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി.
ഭാരമുള്ളൊരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ്? ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്, ഫോൺ തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കയറ്റ്, അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. അരുൺകുമാറെ, നീ കണ്ട് പഠിക്കണം. അരുൺകുമാറെ, ആശ്മയെ കണ്ട് പഠിക്കേ. 4 ലൈക്കിന് വേണ്ടിയിട്ടും 4 ഫോളോവേഴ്സിന് വേണ്ടിയിട്ടും അരുൺകുമാർ അങ്ങനെ വാർത്ത കൊടുക്കുകയാണ്. അരുൺകുമാറിനറിയും അരുൺകുമാറിൻ്റെ ചാനൽ കൂടുതലായി കാണുന്നത് സ്ത്രീകളാണ്. കാരണം രാഹുൽ മാങ്കൂടത്തിനെ വിറ്റ് ജീവിക്കുന്ന ഒരു ചാനലാണ് അരുൺകുമാർ. രാഹുൽ മാങ്കൂടത്തിന് എന്തുമാത്രം തെറി വിളിക്കുന്നുണ്ടോ ഒക്കെ ഞാൻ അതിനൊന്നും പറയുന്നില്ല. കാരണം രാഹുൽ കുറ്റക്കാരനോ അല്ലേ എന്ന് കോടതിയാണ് പറയേണ്ടത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും രാഹുലിനെ വിളിച്ചോട്ടെ. ഇവിടെ ഈ ഒരു ക്രൂര സ്ത്രീ ചെയ്തത് തെറ്റ് എന്ന് ആ ഒരു റീൽ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. ആ ക്രൂര സ്ത്രീ ഈ പാവം ദീപക് എന്ന മനുഷ്യനെ കുടുക്കിയതല്ലേ. 4 ലൈക്കിനും ഫോളോവേഴ്സിനും വേണ്ടി ഈ സ്ത്രീയല്ലേ കുടുക്കിയത്. അത് വിളിച്ച് പറയരുത് എന്നാണ് ഈ പരട്ട റിപ്പോർട്ടർ ചാനൽ പറയുന്നത്. നാണമുണ്ടോ? അരുൺകുമാറെ, മരിക്കാനില്ലേ? ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓണറോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ചാനലിൻ്റെ അതായത് നിങ്ങളുടെ ചാനൽ പ്രസൻറ്റ് ചെയ്യുന്നവരോട് നിങ്ങളൊരു കാര്യം പറയണം. വൃത്തികെട്ട വാർത്ത കൊടുക്കരുത്. സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അപരാധികയായ ഇവളല്ലേ പറഞ്ഞത്. അതായത് ഈ പറയുന്ന സ്ത്രീക്കെതിരെ, വൃത്തികെട്ട സ്ത്രീക്കെതിരെ സംസാരിക്കുന്നവരെ നാവ് കണ്ടാക്കണമെന്ന് ഇവളല്ലേ പറഞ്ഞത്. ഇവൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കണമെന്ന് സ്നേഹപൂർവ്വം റിപ്പോർട്ടറിൻ്റെ വലിയ വലിയ ആൾക്കാരോട്, അതിൻ്റെ മാനേജ്മെൻറ്റിനോട് ഞാൻ പറയുകയാണ്. എനിക്ക് വാക്ക് വരുന്നില്ല. സത്യം പറഞ്ഞാൽ അത്രയും ടെൻഷനാണ് എനിക്ക് ഈ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും സങ്കടമേറിയ ആ ഒരു വീഡിയോ ക്ലിപ്പ് നോക്കാം. ആ ഒരു കുറിപ്പ് വായിക്കുകയാണ്, അതായത് മൊഴിയെടുക്കുകയാണ് നമ്മുടെ ദീപകിൻ്റെ അമ്മയുടെ. അതിനുശേഷം അതിജീവിത എന്ന ആ വൃത്തികെട്ടവൾക്ക് ഞാൻ 1 കൊടുക്കുന്നുണ്ട്, 2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തായാലും കേട്ട് നോക്കാം. മരിച്ച ദീപക് എന്റെ മകനാണ്. ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് ദീപക് മരണപ്പെട്ടത്. ഞാൻ വിളിച്ച സമയത്ത് മുറി തുറക്കാതിരുന്നപ്പോൾ ഞാൻ മുറി തള്ളി തുറന്നു നോക്കിയ സമയത്താണ് ദീപക് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. എന്റെയും ഭർത്താവിന്റെയും കരച്ചിൽ കേട്ട് അടുത്ത വീട്ടിലെ ആളുകൾ വന്നു. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് പോലീസ് വന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് SI ഇൻവെസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി തിരിച്ചു തന്നിട്ടുള്ളതും ഇന്നലെ രാത്രി സംസ്കാരം കഴിഞ്ഞിട്ടുള്ളതുമാണ്. ദീപക് സൂയിസൈഡ് ചെയ്തത് ഷിംജിത മുസ്തഫ എന്ന വടകര സ്വദേശിനി പോസ്റ്റ് ചെയ്ത വ്യാജ ലൈംഗിക അതിക്രമ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ മനംനൊന്താണ്. ദീപക് മരണപ്പെടാൻ മറ്റു കാരണങ്ങളൊന്നുമില്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ പറ്റിയോ പ്രചരിക്കപ്പെട്ടതിനെ പറ്റിയോ ദീപക് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ വീഡിയോയുടെ കാര്യം ദീപകിന്റെ സുഹൃത്ത് അസ്ഗർ പറഞ്ഞാണ് അറിഞ്ഞത്. ദീപകിന്റെ ചേട്ടൻ സനീഷും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദീപക് മരണപ്പെട്ട ശേഷമാണ് വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. ഷിംജിത മുസ്തഫയാണ് എന്റെ മകന്റെ മരണത്തിന് കാരണം. ശരിയല്ലേ? നീ കാണുന്നില്ലേ അരുൺകുമാറെ ഈ കുടുംബത്തിന് സങ്കടം? ആരുണ്ട് അരുൺകുമാറെ ഈ കുടുംബത്തിന് താങ്ങായി തണലായി? എന്തിനാണ് ബ്രോ അരുൺകുമാറിനെ ഇങ്ങനെ ചെയ്യുന്നത്? അരുൺകുമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അരുൺകുമാറിൻ്റെ അറിവോട്, അതായത് അരുൺകുമാർ പറഞ്ഞിട്ടാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്നത്. അരുൺകുമാറാണ് റിപ്പോർട്ടറിൻ്റെ ഏറ്റവും വലിയൊരാൾ. അപ്പോൾ അരുൺകുമാർ പറയും ഈ കാര്യം നിങ്ങൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, രാഹുലിൻ്റെ വാർത്ത നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം, മറ്റേ വാർത്ത നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം. ഇതൊക്കെ അരുൺകുമാർ അറിഞ്ഞിട്ടാണ്. അരുൺകുമാറെ, നിൻ്റെ ചാനൽ, അതായത് അരുൺകുമാറിൻ്റെ വാർത്ത കാണുന്നത് കൂടുതലും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് അരുൺകുമാറും ടീമും അത്തരത്തിൽ ചെറ്റ വാർത്ത കൊടുത്തത്. സത്യം പറഞ്ഞാൽ അരുൺകുമാറെ, നിങ്ങളെ ഓർത്തിട്ട്, നിങ്ങളുടെ ചാനലിനെ ഓർത്തിട്ട് എനിക്ക് പുച്ഛം മാത്രമാണ്. കാരണം കേരളത്തിൽ നമ്പർ 1 ന്യൂസ് ചാനലാണ് റിപ്പോർട്ടർ. ആ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നു എന്നറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം മാത്രമാണ് തോന്നുന്നത്. ഒരുപക്ഷെ എനിക്കെതിരെ റിപ്പോർട്ടർ കേസ് നടക്കുമ്പോൾ കുഴപ്പമില്ല, എൻ്റെ ഈ ചാനൽ ഇല്ലാതായാലും 10 വർഷമല്ല 20 വർഷമല്ല എനിക്ക് തൂക്കുകയർ കിട്ടിയാലും പ്രശ്നമില്ല. റിപ്പോർട്ടറെ, നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു വാർത്ത കാരണം ആ മരിച്ചുപോയ ദീപകിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂല. അതായത് ഇവറ്റകൾ ഉദ്ദേശിച്ചത് ആ വാർത്തയിൽ ആ സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ എന്ന് പറയും ഞാൻ ഈ വാർത്ത കൊടുത്ത ആ സ്ത്രീ പറയുകയാണ്, എന്തിന് അതിജീവിതയെ നിങ്ങൾ അങ്ങനെ പറയുന്നു? അവളൊരു അതിജീവിതയല്ലേ എന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? അതിജീവനല്ലേ, ആ ഒരു മനുഷ്യനെയല്ലേ അവൾ ചതിച്ചത്. എന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, സ്ത്രീകൾക്ക് എന്തും ചെയ്യാമോ? പുരുഷന്മാർക്കും ജീവിക്കണ്ടേ? സ്ത്രീകൾക്കൊപ്പം പോലീസിൻ്റെ നിയമം, കോടതിയൊക്കെ സ്ത്രീകൾക്കൊപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ആ രീതിക്ക് സ്ത്രീകൾ എത്തുകയാണ്.
നിങ്ങൾ നോക്കൂ, ബസ്സിന്റെ അതായത് ട്രെൻഡിങ് റീൽസ്, ഇതൊന്നുമല്ല, എത്ര ട്രെൻഡിങ് റീൽസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് രണ്ടോ, ദീപക് എന്ന മനുഷ്യന് ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഇത് ഇത്ര വലിയ ചർച്ചയായി. എത്രയോ ഇതിനു മുമ്പ് എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ ട്രെൻഡിങ് വീഡിയോ എന്നെ അവൻ കയറി പിടിച്ചെന്ന് കള്ളവ് പറഞ്ഞ് എത്രയോ പെൺകുട്ടികൾ വൈറലായിട്ടുണ്ട്. ഓക്കെ, അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് വലിയ രീതിയിൽ വൈറലായിട്ടില്ല. ഇവിടെ ദീപക് എന്ന മനുഷ്യന് സങ്കടത്തോടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. അതിനെ ന്യായീകരിക്കാം നാണമുണ്ടോ റിപ്പോർട്ടറെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ്. നിങ്ങൾ കേരളത്തിലായതുകൊണ്ടും നമ്പർ 1 ന്യൂസ് ചാനൽ നിങ്ങളായതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ഒരു കോണ്ടന്റ് ഇട്ടത്. ആ സ്ത്രീ തെറ്റിയിട്ട് വാർത്ത കൊടുത്തതാണോ, അരുൺകുമാർ പറഞ്ഞിട്ട് അങ്ങനെ വാർത്ത കൊടുത്തതാണോ, അല്ലാതെ അറിവില്ലാതെ അങ്ങനെ വാർത്ത കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എല്ലാവരും ചോദിക്കും എന്തിനാണ് ബ്രോ അതായത് എൻ്റെ തംബ്നെയിലിൽ ദീപകിൻ്റെ മകനെ അറസ്റ്റ് ചെയ്യണമെന്ന്. അതായത് ഞാൻ പറയട്ടെ, ഇവരുടെ ഉദ്ദേശം ദീപക് തെറ്റ് ചെയ്തു, ദീപക് മരിച്ചിട്ടും അതായത് ഒരിത്തിരിയെങ്കിലും ദയവുണ്ടെങ്കിൽ ഇവറ്റകൾ റിപ്പോർട്ടർ പറയുമായിരുന്നു നീതി കിട്ടണം, അതായത് നമ്മുടെ ദീപകിന് നീതി കിട്ടണമെന്ന്. ഇവറ്റകൾ സ്റ്റിൽ നിലവിലും പറയുന്നത് കുറ്റക്കാരൻ ദീപകാണ്, മരിച്ചത് നന്നായി എന്നല്ലേ റിപ്പോർട്ടർ പറയുന്നത്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ നിരന്തരം അവർ ചിന്തിക്കുന്നത് ഈ പറയുന്ന ദീപകിൻ്റെ മകനെങ്കിലും അറസ്റ്റ് ചെയ്ത് അതിജീവിതക്ക് എങ്ങനെയെങ്കിലും നീതി മേടിച്ചു കൊടുക്കണമെന്നാണ് നായ്ക്കളായ അരുൺകുമാറും സംഘവും നോക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പുച്ഛം. അപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.